ശ്രീ ജെ.ആർ. പത്മകുമാർ, വിവിധ മേഖലകളിൽ ഊന്നൽ നൽകുന്നതാകും ബജറ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ സർവസ്പർശിയായ ബജറ്റായിരിക്കും ഉണ്ടാക്കുക, ഒപ്പം സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കും എന്നൊരു സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. 2014 ശേഷം നമ്മുടെ സാമ്പത്തിക മേഖലയിൽ പ്രത്യേകിച്ച് ബഡ്ജറ്റ് അവതരണത്തിൽ ഊന്നൽ നൽകുന്ന കാര്യങ്ങളിൽ ഒരു പ്രത്യേക ദിശാമാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇന്ത്യൻ സാമ്പത്തിക നില ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരികയും അതോടൊപ്പം തന്നെ മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ സാമ്പത്തികമായി വളർച്ച നിരക്ക് കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലും നമ്മുടെ സ്റ്റഡിയായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വ്യക്തിഗത സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്, ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, ഇപ്പോൾ അതിൽ കൂടുതൽ ആളുകളുടെ കയ്യിലേക്ക് ക്രയവിക്രയം ചെയ്യുന്നതിന് കാശുകൾ എത്തണം എന്നുള്ളത് ഒരു പ്രധാന ഉദ്ദേശമായിരുന്നു. നമ്മുടെ മോഡി ഗവൺമെൻറ് അത് വന്ന സമയത്ത് തന്നെ ഈ തൊഴിലില്ലായ്മ പ്രശ്നങ്ങളുമായി ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തൊഴിൽ സീക്കേഴ്സ് എന്നുള്ള ആ ഒരു രീതി മാറ്റിയിട്ട് തൊഴിൽ ദാതാവ് എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ മാറണം, നമ്മുടെ യുവത്വം മാറണം. ജോബ് സീക്കേഴ്സ് എന്നുള്ളതിനെ മാറ്റിയിട്ട് തൊഴിൽ ദാതാക്കൾ എന്നുള്ള നിലയിൽ തൊഴിൽ കൊടുക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലേക്ക് മാറണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പദ്ധതികളും നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ, കമ്പ്യൂട്ടറൈസേഷൻ, മറ്റേ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറുമായി ബന്ധപ്പെട്ടത്, മറ്റേ ഓരോ പദ്ധതികളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഓരോ പദ്ധതികളും ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, തൊഴിൽ ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉയർത്തുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ട്രെയിനിങ്, അതുപോലെ തന്നെ സാമ്പത്തിക സഹായം, മുദ്രാ ലോണിലൂടെ, അതുപോലെ നിരവധി സ്റ്റാർട്ടപ്പ് MSMEയിലൂടെയൊക്കെ നിരവധി സഹായങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് 40 കോടി ലോൺ ആണ് മുദ്രയിൽ കൊടുത്തത്. ഏകദേശം 26 ലക്ഷം കോടി രൂപയാണ് മുദ്രാ ലോണിലൂടെ വിതരണം ചെയ്തിരിക്കുന്നത്. 40 കോടി എന്ന് പറയുമ്പോൾ ഓരോ സംരംഭത്തിലും നമ്മളൊരു 4-5 ആളുകളെ ജോലി കിട്ടിയെന്നുള്ളൊരു, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വന്നാൽ തന്നെയും എത്ര വരും എന്നുള്ളത് നമ്മൾ കണക്കാക്കണം. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു മാറ്റമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ട്രെയിനിങ്, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ഇവിടെ നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് വിൽക്കാം, നിങ്ങൾക്ക് മാർക്കറ്റ് എവിടെ വേണമെങ്കിലും ആക്കാം, പക്ഷേ ഉൽപ്പാദനം നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് തന്നെ ആകണം. അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ വിദേശ കമ്പനികളോട് പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, പക്ഷേ നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള നമുക്ക് എക്സ്പോർട്ടിൻ്റെ ടാക്സ് നമുക്ക് കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ തൊഴിലവസരങ്ങൾ കൂടുതൽ കിട്ടും, ഇടനിലക്കാരെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ചിട്ടയായ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് ഈ 7.2% GDP വളർച്ച എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകരാഷ്ട്രങ്ങളിലിടയിൽ ഒരു 5ാം സാമ്പത്തിക ശക്തിയായി വളർന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ആദ്യത്തെ 14 മുതൽ 19 വരെയും 19 വരെ 24 വരെയും ഉള്ള കാലഘട്ടത്തിൽ വെച്ചാൽ ആദ്യത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചും രണ്ടാമത് കൂടുതൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനും ഉള്ള ശ്രമമായിരുന്നു. ഇനി അത് കാര്യക്ഷമമായിട്ട് നമുക്ക് അനുകൂലമാക്കി, സാമ്പത്തിക മേഖല അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ളൊരു, നമുക്കൊരു അതിനൊരു നമ്മുടെ GDP വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന് ഉതകുന്ന, ദിശ നൽകുന്ന ഒരു ആയിരിക്കും ഈ ഇൻട്രീം ബഡ്ജറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.